Write a case statement that will examine the value of flag and print one of the following messages based on its value. നമുക്കിവിടെ 4 ഫ്ലാഗ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലാഗ് വാല്യൂ 1, 2, 3 പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ എന്നുള്ളതാണ് എനി അതർ വാല്യൂ. ഈ ഓരോ ഫ്ലാഗിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് മെസ്സേജാണ് കാണിക്കേണ്ടത് എന്നാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. 1 ആണെങ്കിൽ ഹോട്ട്, 2 ആണെങ്കിൽ ലൂക്ക് വാം, 3 ആണെങ്കിൽ കോൾ, വേറെ ഏത് വാല്യൂ വരികയാണെങ്കിലും ഔട്ട് ഓഫ് റേഞ്ച് എന്ന് കാണിക്കാം. അപ്പോൾ നമ്മളുടെ കേസ് സ്റ്റേറ്റ്മെൻറ്റ് പൈത്തണിൽ എങ്ങനെ എഴുതാം യൂസിങ് ദിസ് ഓപ്ഷൻ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് ഫ്ലാഗിൻ്റെ വാല്യൂ കിട്ടിയാലേ ഉള്ളൂ നമുക്കത് ഉപയോഗിച്ച് ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലാഗിൻ്റെ വാല്യൂ റീഡ് ചെയ്യണം. സോ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു എൻ്റർ ദ വാല്യൂ ഓഫ് ഫ്ലാഗ്. അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുമ്പോൾ ഇതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുക. ഇതിന് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ തന്നെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു, ഫ്ലാഗ് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് ഈസ് ദ മാച്ച് കേസ് സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന 2 ടേംസ്, ഒന്ന് മാച്ച് ഉണ്ട്, ഒന്ന് കേസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് മീനിങ് ഉള്ള വേർഡ്സ് ആണ്, അല്ലെങ്കിൽ കീ വേർഡ്സ് ആണ്. അപ്പോൾ മാച്ചിനെ ഫോളോ ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു ആ വേരിയബിളിലെ വാല്യൂ ആയിരിക്കും നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിവിടെ ഫ്ലാഗിൻ്റെ വാല്യൂ ആണ് പല ഓപ്ഷൻസിനായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അതുകൊണ്ട് മാച്ചിനെ ഫോളോ ചെയ്ത് നമ്മൾ ആ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. എന്ന് വെച്ചാൽ ഈ ഫ്ലാഗ് വേരിയബിളിലുള്ള എന്ത് വാല്യൂ ആണോ ആ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഓരോ കേസുകളും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് വേരിയബിളിൻ്റെ വാല്യൂ ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിനെ മാച്ചിനെ ഫോളോ ചെയ്തിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് എന്ത് കാണാം, നമ്മുടെ കോളൻ സിമ്പിളുണ്ട്. ഇനി അതിനെ ഫോളോ ചെയ്ത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 4 കേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേസ് 1, 2, 3 ആൻഡ് ലാസ്റ്റ് കേസ്. ഇനി ഈ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിന് കൂടെയും നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. കേസ് കഴിഞ്ഞ് ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്. 1ൻ്റെ മീനിങ് എന്താണ്, നമ്മൾ പറഞ്ഞു ഫ്ലാഗിൻ്റെ വാല്യൂ 1 വരുവാണെങ്കിൽ മെസ്സേജ് ഹോട്ട്ന്ന് ഡിസ്പ്ലേ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാഗിൽ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇത്ര പോർഷൻ എഴുതിയിരിക്കുന്നത്. സോ കേസ് ഫോളോ ചെയ്തിട്ട് ഫ്ലാഗിന് വരാൻ പറ്റുന്ന ഓരോരോ വാല്യൂസാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് കേസിലൂടെ 1 ആയതുകൊണ്ട് നമ്മൾ 1 കൊടുത്തു, ഫോളോഡ് ബൈ ദാറ്റ് കോളൻ സിമ്പിൾ. ഈ മാച്ചിൻ്റെ എൻഡിലും കേസിൻ്റെ എൻഡിലും കോളൻ സിമ്പിൾ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഫസ്റ്റ് കേസ് മാച്ച് ആവുകയാണെങ്കിൽ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് വെച്ചാൽ ഫ്ലാഗിലുള്ള വാല്യൂ 1 ആകുകയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം, പ്രിൻ്റ് ദ വാല്യൂ ഓഫ് ഹോട്ട്. അതുപോലെ നെക്സ്റ്റ് കേസ് നമ്മളത് കഴിഞ്ഞ് താഴെയിരിക്കുന്നത് കേസ് 2 എന്ന് പറഞ്ഞാൽ ഫ്ലാഗിലെ വാല്യൂ 2 ആവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കോളൻ സിമ്പിൾ ഉണ്ട്, ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യാം, ലൂക്ക് വാം എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. നെക്സ്റ്റ് അതുപോലെ തന്നെ കേസ് 3 ആണെങ്കിൽ, അതായത് ഫ്ലാഗിലെ വാല്യൂ 3 മാച്ച് ആവുകയാണെങ്കിൽ പ്രിൻ്റ് ദ വാല്യൂ ഓഫ് കോൾഡ്. ഇത് 3 അല്ല വേറെ എന്ത് ഓപ്ഷൻ വന്നാലും നമ്മളുടെ കേസിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡിഫോൾട്ട് വാല്യൂ ഓപ്ഷൻ കൊടുക്കാം. അതാണ് ഈ അണ്ടർസ്കോറിൻ്റെ സിമ്പിൾ. അപ്പോൾ കേസ് അണ്ടർസ്കോർ, ഈ അണ്ടർസ്കോർ പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അണ്ടർസ്കോർ നമ്മൾ മാച്ചിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഫോൾട്ട് കേസായിട്ട് അത് വർക്ക് ചെയ്യും. പക്ഷേ മുകളിലുള്ള കേസുകളൊന്നും മാച്ച് ആവേണ്ടി വരുമ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസായിരിക്കും. അപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല ഒരു ഓപ്ഷനാണ് ഫ്ലാഗ് നമ്മൾ ഇൻപുട്ട് കൊടുത്തെങ്കിൽ 4 5 എന്ത് കൊടുത്താലും എന്ത് വരും, ഈ ഒരു കേസിലായിരിക്കും അത് വർക്ക് ചെയ്യാം. ഇത് പ്രിൻസ് ദ വാല്യൂ ഔട്ട് ഓഫ് റേഞ്ച്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ദ വാല്യൂ ഓഫ് ദ ഫ്ലാഗ് 1 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹോട്ട്ന്ന് കിട്ടി. നെക്സ്റ്റ് ഒന്നുകൂടി റൺ ചെയ്യാം. 2 കൊടുത്തു, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ലൂക്ക് വാം കിട്ടി. വിൽ റൺ ഇറ്റ് വൺസ് മോർ. അതിൻ്റെ ദ ഫ്ലാഗ് വാല്യൂ 3 കൊടുത്തപ്പോൾ വി ഗെറ്റ് ദ വാല്യൂ കോൾഡ്. നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം. 1, 2, 3 അല്ലാണ്ട് എന്തെങ്കിലും കൊടുത്താൽ എന്താ ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളത് നോക്കണ്ടേ. എൻ്റെ ദ ഫ്ലാഗ് വാല്യൂ 7 കൊടുത്തു എന്ന് എഴുതാം. ഇതൊന്നു 1, 2, 3 മാച്ച് ആയില്ല. നമ്മളുടെ ലാസ്റ്റ് കേസിലെ ഡിഫോൾട്ട് കേസിൽ വന്നു, ഇറ്റ് പ്രിൻറ്റ്സ് ഔട്ട് ഓഫ് റേഞ്ച്. നെക്സ്റ്റ് പ്രോഗ്രാം, given the area of a circle, write a Python program to calculate the radius of the circle using the math module. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് റേഡിയസ് ഇൻപുട്ട് കൊടുത്തിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ പ്രോഗ്രാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പം ഇൻപുട്ട് തന്നിട്ടുള്ള എന്താണ്, സർക്കിളിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഉപയോഗിച്ച് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. മാത്ത് മൊഡ്യൂൾ യൂസ് ചെയ്തോളൂ എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിയാൽ ഇമ്പോർട്ട് മാത്ത്. മാത്ത് എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ്സ് എ മൊഡ്യൂൾ. അതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും വേരിയബിൾസും ഒക്കെ ഓൾറെഡി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻസും വേരിയബിൾസും ഒക്കെ അതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിനെ യൂസ് ചെയ്താൽ മതി.
അപ്പോൾ അതിലുള്ള ഒരു വേരിയബിളാണ് എന്ത് നമ്മളെ പൈ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ്. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. അപ്പോൾ മാത്ത് മൊഡ്യൂളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള പൈയുടെ വാല്യൂ നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ മോഡ്യൂളിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ട് മാത്ത്. നമുക്ക് ഇൻപുട്ട് എന്തായിരുന്നു, ഗിവൺ ദ ഏരിയ ഓഫ് ദ സർക്കിൾ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സർക്കിളിൻ്റെ ഏരിയ റീഡ് ചെയ്യാം. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു എൻ്റെ ദ ഏരിയ ഓഫ് ദ സർക്കിൾ. അപ്പോൾ അവിടെ റീഡ് ചെയ്ത് കിട്ടിയ ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും. അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്തു, ഫ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഫ്ലോട്ടിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഏറ്റവും ലാസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുള്ളിലായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീഡ് ചെയ്യുന്ന എന്താണോ അതിനെ എടുത്തിട്ട് ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യും, ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇങ്ങനെ ഇക്വേഷനാണ് ഈ കാണുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ ബൈ പൈ. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കിളിൻ്റെ കേസിൽ ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ് വരിക. അപ്പോൾ അതിൽ നമുക്ക് പൈ ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഏരിയ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആർ സ്ക്വയർ എങ്ങനെ എഴുതാം, ആർ സ്ക്വയർ ഈക്വൽ ടു ഏരിയ ബൈ പൈ എന്ന് എഴുതാം അല്ലേ. അതിന് ആറിന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സോ ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ ബൈ പൈ. ഇത് ഇക്വേഷൻ എഴുതിയേക്കുമ്പോൾ റേഡിയസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ടിന് പകരം നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയേ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് SQRT, അതായത് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഈ മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്ത് ഡോട്ട് SQRT എന്ന ഫംഗ്ഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിലുള്ള സ്ക്വയർ റൂട്ടിൻ്റെ ഫംഗ്ഷനെ അത് ഉപയോഗിക്കും. ആ സ്ക്വയർ റൂട്ട് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏരിയ ബൈ പൈ. ഏരിയ നമ്മൾ റെഡി ചെയ്തിട്ടുണ്ട്. പൈയുടെ വാല്യൂ എന്താണ്, അതും എവിടെ ഡിഫൈൻഡ് ആണ്, നമ്മളുടെ മാത്തമാറ്റിക്കൽ മൊഡ്യൂളിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ മാത്തിൽ നിന്ന് മാത്ത് ഡോട്ട് പൈ എടുക്കുക. അപ്പോൾ ഏരിയ ഡിവൈഡഡ് ബൈ മാത്ത് ഡോട്ട് പൈ എന്ന് വെച്ചാൽ പൈ എന്നുള്ള വാല്യൂ 3.14 നമ്മൾ ആ മൊഡ്യൂളിൽ നിന്ന് റിസീവ് ചെയ്യും. അപ്പോൾ ഏരിയ ബൈ പൈ ചെയ്തു, എന്നിട്ട് ഈ മൊഡ്യൂളിൽ തന്നെയുള്ള സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് റേഡിയസിൻ്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. സോ പ്രിൻറ്റ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇത് ഈ ടെക്സ്റ്റ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. കോമ റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസിലുള്ള വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. റൺ ചെയ്ത് നോക്കാം. എൻ്റെ അത് ഏരിയ ഓഫ് ദ സർക്കിൾ ഇപ്പോൾ 200 കൊടുത്തു നോക്കാം. എന്ത് കിട്ടി, 200 ബൈ 3.14 ചെയ്തു. ഇത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു. അതാണ് ഈ കണ്ടിട്ട് കിട്ടിയിരിക്കുന്ന വാല്യൂ 7.9788. അടുത്ത പ്രോഗ്രാം, റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് accepts the length of 3 sides of a triangle as input and determine whether or not the triangle is a റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 3 ഇൻപുട്ട്, അതായത് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് എൻ്റർ ചെയ്യണം. എന്നിട്ട് ഈ സൈഡുകൾ വെച്ചിട്ട് ആ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതഗോറിയൻ തിയറം. എന്തായിരിക്കും, നമ്മളുടെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിന് ഈക്വലൻ്റ് ആയിട്ട് കിട്ടണം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ലാർജസ്റ്റ് സൈഡ് ഏതായിരിക്കും, നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന 3 സൈഡിൽ നിന്ന് അതിൽ ലാർജസ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക, അതിനെ ഹൈപ്പോട്ടന്യൂസ് സൈഡായി കൺസിഡർ ചെയ്യുക. എന്നിട്ട് ബാക്കി 2 സൈഡുകൾ മറ്റേ രണ്ടെണ്ണം, എന്നിട്ട് അത് ഉപയോഗിച്ച് പൈതഗോറിയൻ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് 3 സൈഡ്സ് എൻ്റർ ചെയ്യുന്നു. സോ എൻ്റെ സൈഡ് എ, എൻ്റെ സൈഡ് ബി ആൻഡ് എൻ്റെ സൈഡ് സി. ഇൻപുട്ട് ഫംഗ്ഷൻ 3 പ്രാവശ്യം ഉപയോഗിച്ചു. നമുക്കറിയാം ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആയിട്ടായിരിക്കും എടുക്കുക. സ്ട്രിങ്ങിനെ എന്താക്കി മാറ്റണം, ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യണം. അതിന് INT ഫംഗ്ഷനെ യൂസ് ചെയ്തു. അപ്പോൾ INTയുടെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ബ്ലൂ ഇവിടെ എൻഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ റീഡ് ചെയ്ത വാല്യൂവിനെയാണ് നമ്മൾ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്ത 3ഉം നമ്മൾ ABC എന്ന വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ലാർജസ്റ്റ് സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത്, ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ നമ്പറുടെ ഫസ്റ്റ് സൈഡ് എടുത്തു, ഗ്രേറ്റർ ദാൻ ബിയും ഗ്രേറ്റർ ദാൻ സിയും ആണോ നോക്കി. സോ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ വലുത് ഏതായിരിക്കും, എ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കേസിൽ നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എയിനെ കീപ്പ് ചെയ്തു. എന്നിട്ട് ബാക്കി 2 സൈഡും, അതായത് ബേസും ഓൾട്ടിറ്റ്യൂഡും ആക്കി ബിയിനെയും സിനെയും എക്സ് ഈക്വൾ ടു ബി ആൻഡ് വൈ ഈക്വൾ ടു സി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ ബേസും ഒന്ന് ഓൾട്ടിറ്റ്യൂഡുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പം ഇത് 3ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഡയമെൻഷൻസ്. എ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്, ഒന്ന് ബേസ് ഒന്ന് ഓൾട്ടിറ്റ്യൂഡ്. ഇതാണ് ഈ ഫസ്റ്റ് കേസിൽ വരിക. ഇനി സെക്കൻഡ് കേസ് നോക്കിയേ, ഈ ലൈഫ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൽസ് ഇഫ്. എൽസ് ഇഫ് നമ്മൾ അടുത്ത കമ്പാരിസൺ നോക്കുക. അവിടെ ഫസ്റ്റ് എ വലുതാണെന്നാണല്ലോ നോക്കിയത്. ഇനി എ അല്ല ബി ആണെങ്കിൽ വലുതെങ്കിലോ, ബി ഗ്രേറ്റർ ദാൻ എ ആണ് ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി. ബി എയേക്കാളും സിയേക്കാളും വലുതാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആരായിരിക്കും, ഈ ലാർജസ്റ്റ് വാല്യൂ ബി ആയതുകൊണ്ട് അതിനെ ഹൈപ്പോട്ടന്യൂസ് ആക്കി.
അപ്പം അങ്ങനെയാകുമ്പം നമ്മളുടെ ബേസ് എ ആവും, ഓൾട്ടിറ്റ്യൂഡ് സി ആവും. ഇനി ഇത് രണ്ടും അല്ല കേസെങ്കിൽ നമ്മളുടെ എൽസിൽ വരും. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എ ആയിരുന്നു, ഇവിടെ ബി ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് വിൽ ബി സി. ഹൈപ്പോട്ടന്യൂസ് സി ആണെങ്കിൽ എ എന്ന് പറയുന്നത് ബേസും ബി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡും. ഇനി നെക്സ്റ്റ് നമ്മളുടെ പൈതഗോറൻ തിയറം ടെസ്റ്റ് ചെയ്ത് നോക്കുക. പൈതഗോറൻ തിയറത്തിൻ്റെ മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു 3 സൈഡാണ് നമുക്ക് ട്രയാങ്കിൾ ഉള്ളത്. ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ്. ബാക്കി 2 സൈഡ്സാണ് ഈ ബേസും ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യാനായതുകൊണ്ട് നമ്മൾ ഈഫ് ഉപയോഗിച്ചു. ഇനി ഈഫ് ഈ ഇത്രയും പോർഷൻ ഈക്വൽ ടു ഇത്രയും പോർഷൻ. ഇനി ഇവിടെ നമ്മൾ 2 ഈക്വൽ ടു കാണുന്നുണ്ട്. ഒറ്റ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ സിംപ്ലി വാല്യൂ അസൈൻ ചെയ്യാമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന പോലെ എക്സ് ഈക്വൽ ടു ബി, എക്സിലേക്ക് ബിയുടെ വാല്യൂ അസൈൻ ചെയ്തു. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എ, ഹൈപ്പോട്ടന്യൂസിലേക്ക് എയുടെ വാല്യൂ അസൈൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്താ ഉപയോഗിച്ചേക്കുന്നത്? 2 ഈക്വൽ ടു ആണ്. ദാറ്റ് ഇസ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. ലെഫ്റ്റിൽ കിടക്കുന്ന ഈ 2 കൂട്ടി കഴിയുമ്പോൾ ഈ റൈറ്റിലുള്ള വാല്യൂ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഇൻറ്റു ബേസ്. അപ്പോൾ സൈഡ് ഇപ്പോൾ എക്സ് ആയതുകൊണ്ട് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ ഈക്വൽ ടു എന്ത് കിട്ടണം? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ എക്സിലേക്കും വൈയിലേക്കുമാണ് നമ്മളുടെ 2 സൈഡിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കിട്ടുമോ എന്ന് നോക്കുക. കിട്ടുമെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇല്ലെങ്കിലോ എൽസിൽ പോയി. അവിടെ പ്രിന്റ് ഇറ്റ് ഈസ് എ നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഞാൻ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നില്ല എന്നുള്ളൂ. ഈഫ് നമ്മൾ ഉപയോഗിച്ചു, എൽസ് ഈഫ് ഉപയോഗിച്ചു, എൽസ് ഉപയോഗിച്ചു. ഇവിടെ ഒരു ഈഫ് എൽസ് ഉണ്ട്. എല്ലാത്തിൻ്റെ എൻഡിൽ ഇന്ത സിമ്പിൾ വേണം, ഇവിടെ കോളൻ സിമ്പിൾ വേണം. അത് ആ ഈഫ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഇട്ടിട്ട് ശീലിക്കുക. നമുക്ക് റൺ ചെയ്യാൻ നോക്കാം. എൻ്റെ സൈഡ് എ 5, സെക്കൻഡ് സൈഡ് 12 കൊടുത്തു, തേർഡ് സൈഡ് 13 കൊടുത്തു. ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതിൽ നമുക്ക് ലാർജസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 13 ആണ്. അപ്പോൾ 13 എടുത്ത് കഴിഞ്ഞിട്ട് ഹൈപ്പോട്ടന്യൂസ് ആക്കി, ഇത് രണ്ടും ബേസ് ഓൾട്ടിറ്റ്യൂഡും ആക്കി. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 13 സ്ക്വയർ കിട്ടും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിളിന് വന്നത്. 2, 4, 6. ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് ലാർജസ്റ്റ് സൈഡ് ഏതാണ്? 6 ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്താൽ 6 സ്ക്വയർ കിട്ടുമെന്നാണ് നോക്കേണ്ടത്. 2 സ്ക്വയർ നമുക്കറിയാം 4 കിട്ടും, 4 സ്ക്വയർ 16 കിട്ടും. സോ 4 + 16 ഈക്വൽ ടു 20 കിട്ടുള്ളൂ. 6 സ്ക്വയർ ഈസ് 36. അപ്പോൾ അത് ഈക്വൽ ആവാത്തതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ഇംപ്ലിമെന്റ് എ ഗ്രേഡിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പോൾ നമുക്കിവിടെ മാർക്സിന് റേഞ്ച് തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എ, 80 to 89 ഗ്രേഡ് ബി, 70 to 79 ഗ്രേഡ് സി, 60 to 70 ഗ്രേഡ് ഡി, 50 to 69 ഗ്രേഡ് ഇ, ലെസ് ദാൻ 50 ആണെങ്കിൽ ഗ്രേഡ് എഫ്. 2 കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the marks and the next multiple of 10 is less than 3, then convert it into next grade. അപ്പോൾ നമ്മളുടെ മാർക്ക് അതിൻ്റെ അടുത്ത മൾട്ടിപ്പിളും കണ്ടുപിടിക്കുക 10-ൻ്റെ. ഇപ്പോൾ 67 ആണ് മാർക്ക് കിട്ടിയത് നോക്കുക. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 70 ആയിരിക്കും. അത് നമ്മളുടെ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. ലെസ് ദാൻ 3 ആണെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്രേഡിൽ തന്നെ നിർത്തുക. ഇനി ഇഫ് ദ മാർക്സ് ആർ ബിലോ 50 നമ്മൾ നോ നീഡ് ടു കൺവേർട്ട് ഈവൻ ഇഫ് ദ ഡിഫറൻസ് ഈസ് ലെസ് ദാൻ 3. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു, എൻ്റെ മാർക്സ് കൊടുത്തു. റീഡ് ചെയ്ത വാല്യൂവിനെ എന്ത് ചെയ്തു? ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്തു യൂസിങ് ദിസ് ഫംഗ്ഷൻ INT. INTയുടെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പം എന്നിട്ട് ആ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറാക്കി നമ്മൾ മാർക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ ഈ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ഫസ്റ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ റൗണ്ടിങ് റൂൾ. സോ ഓൺലി ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? മാർക്സ് 50യേക്കാളും ലെസ് ദാൻ 50 അല്ല 50യേക്കാളും മുകളിലേക്കാണെങ്കിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് മാർക്ക് നമ്മൾ ഡിഫറൻസ് നോക്കി അടുത്ത ഗ്രേഡിലേക്ക് റൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ്. സോ മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നെക്സ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളുടെ മാർക്ക് എത്രയാണോ ആ മാർക്കിന് നമ്മൾ എന്ത് ചെയ്തു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത ഈ ഒരു ഡിവിഷൻ സിമ്പിളിൻ്റെ മീനിങ് ഫ്ലോർ ഡിവിഷനാണ്. ഡിവൈഡ് ചെയ്ത് താഴേക്കുള്ള വാല്യൂയിലേക്കായിരിക്കും എടുക്കുക റൗണ്ട് ചെയ്തിട്ട്. അപ്പോൾ 68 ആണെങ്കിൽ 68/10 ചെയ്തു, എന്നിട്ട് അതിനെ 6ലേക്ക് റൗണ്ട് ചെയ്ത് എടുത്തു. അപ്പം ഈ ഡിവിഷൻ്റെ റിസൾട്ട് നമുക്ക് 6 കിട്ടി. +1 എന്ന് പറയുമ്പോൾ 7 കിട്ടി. 7 × 10 ആകുമ്പോൾ എത്ര കിട്ടി? 70 കിട്ടി. അപ്പോൾ 68ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി?
70 നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. ഡിഫറൻസ് ഈക്വൽ ടു നെക്സ്റ്റ് മൾട്ടിപ്പിൾ മൈനസ് മാർക്സ്. നമുക്ക് കിട്ടിയ നെക്സ്റ്റ് മൾട്ടിപ്പിൾ 70, മാർക്ക് 68. 70 മൈനസ് 68 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ആണ് കിട്ടുന്നത്. നമ്മളെന്താ പറയുക, ഡിഫറൻസ് ലെസ് ദാൻ 3 ആണെങ്കിൽ അതിന് നമ്മൾ അടുത്ത ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഡിഫറൻസ് ലെസ് ദാൻ 3 ആണോ എന്ന് നോക്കുക. നമുക്കിപ്പോൾ കിട്ടിയ മാർക്ക് എന്താണ്? ഡിഫറൻസ് നമുക്കിവിടെ 2 ആയിരുന്നല്ലോ കിട്ടിയത്, 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ മാർക്സ് ഈക്വൽ ടു നെക്സ്റ്റ് മൾട്ടിപ്പിൾ. മാർക്കിനെ അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഗ്രേഡിലേക്ക് മാറ്റിയിടുക. 60 നമ്മൾ റൗണ്ട് ചെയ്ത് എന്താക്കി മാറ്റി? നെക്സ്റ്റ് മൾട്ടിപ്പിൾ അല്ലെ 70 ആക്കി മാറ്റി. ഇനി നമ്മൾ ഈ മാർക്സിൻ്റെ ബേസിസിൽ എന്ത് കൊടുക്കണം? ഓരോന്ന് ഗ്രേഡ് കൊടുക്കണം. ഫസ്റ്റ് ഗ്രേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എ. സോ ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, കോളം സിമ്പിൾ ഒന്ന് ഗ്രേഡ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ കോൺസ്റ്റന്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് പല കേസുകൾ വരുന്നത് നമ്മൾ ഓരോന്നിനും എന്ത് ഉപയോഗിക്കുന്നു? LCF ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ LCF തന്നെയാണ് ELIF എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നത്. നമ്മുടെ പൈത്തണിൽ ELIF ആണ് LCFന് ഈക്വലൻ്റ്. സോ LIF മാർക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 ആണെങ്കിൽ ഗ്രേഡ് ബി ആക്കി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 70 ആണെങ്കിൽ ഗ്രേഡ് സി ആക്കി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണെങ്കിൽ ഗ്രേഡ് ഡി ആക്കി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 50 ആണെങ്കിൽ ഗ്രേഡ് ഇ ആക്കി. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിലോ 50യുടെ മുകളിലേക്കല്ല, 50 താഴേക്കാണെങ്കിൽ നമ്മളുടെ ലാസ്റ്റ് ഗ്രേഡ് F. സോ എൽസ് ഗ്രേഡ് F. എന്നിട്ട് ഗ്രേഡ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. പ്രിൻറ്റ് ഈ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കും. അതിൻ്റെ കൂടെ ഗ്രേഡ് എന്താണോ ABCD അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. റൺ ചെയ്ത് നോക്കാം. എൻ്റെ അത് മാർക്സ് ഇപ്പോൾ 68 കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രേഡ് നമുക്ക് C കിട്ടി. 68 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 68/10 ഞാൻ നേരത്തെ പറഞ്ഞു. 60/10 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. താഴേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുന്നതാണ്. 6 + 1 7 കിട്ടും. 7 × 10 70 കിട്ടും. ഈ ഡിഫറൻസ് നോക്കുമ്പോൾ എന്താണ്? 70 - 68 ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഡിഫറൻസ് ലെസ് ദാൻ 3 ആയതുകൊണ്ട് നമ്മൾ മാർക്കിനെ എന്ത് ചെയ്തു? അപ്ഗ്രേഡ് ചെയ്ത് നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആക്കി. അതായത് 68നെ 70 ആക്കി റൗണ്ട് ചെയ്ത് നമ്മൾ എടുത്തു. 70 ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ഗ്രേഡ് C വന്നത്. നമുക്കൊന്നുകൂടി റൺ ചെയ്യാം. 45 കൊടുത്ത് നോക്കിയാൽ ഗ്രേഡ് F കിട്ടി. ഒന്നുകൂടി റൺ ചെയ്യാം. ഇപ്പോൾ ഡിഫറൻസ് 3 താഴെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്ഗ്രേഡ് വരിക. അപ്പോൾ ഡിഫറൻസ് 3 കൂടുതലാണെങ്കിൽ ആ പഴയ ഗ്രേഡിൽ തന്നെ നിൽക്കണം. അപ്പം അങ്ങനെ ഒരു കേസ് കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 65 കൊടുത്ത് നോക്കാം. അപ്പോൾ 65 കൊടുത്തപ്പോൾ ഗ്രേഡ് കിട്ടിയുണ്ടോ? D തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ